ഹായ് വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. CUT എക്സാമിൻ്റെ ഡേറ്റൊക്കെ അടുത്തിട്ടുണ്ട്. മെയ് 8 മുതൽ ജൂൺ 1 വരെയാണ് എക്സാം നടക്കുന്നത്. നിങ്ങൾ ഡിഫറെൻറ്റ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടായിരിക്കും അപ്ലൈ ചെയ്തിട്ടുണ്ടാകുക. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാമിൻ്റെ ദിവസവും വ്യത്യസ്തമായിരിക്കും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് നിങ്ങൾക്ക് സിറ്റി സ്ലിപ്പ്, നിങ്ങൾ ഏത് സിറ്റിയിലാണ് എക്സാം എഴുതാൻ പോകുന്നത് അതിൻ്റെ ഒരു സിറ്റി സ്ലിപ്പ് ലഭിക്കും. അതായത് നിങ്ങൾക്ക് നേരത്തെ എക്സാം സെൻറ്ററിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വാഹന സൗകര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ ഏത് സിറ്റിയിലാണ് നിങ്ങൾ എക്സാം എഴുതുക എന്നുള്ളത് NTA അറിയിക്കും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് 4 സിറ്റികൾ പ്രിഫറൻസിൽ കൊടുത്തിട്ടുണ്ടാവും. അതിൽ നിങ്ങളുടെ ഫസ്റ്റ് പ്രിഫറൻസ് തന്നെ തരാൻ NTA പരമാവധി ശ്രമിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരു സിറ്റിയിൽ കാൻഡിഡേറ്റ്സിൻ്റെ നമ്പർ വളരെ കുറവാണെങ്കിൽ അത്തരം സന്ദർഭങ്ങളിൽ അവർ ആ സിറ്റി അടുത്തുള്ള സിറ്റിയുമായി മെർജ് ചെയ്യും. ആ സാഹചര്യങ്ങളിൽ ഈ വിദ്യാർത്ഥികൾക്ക് അടുത്ത സിറ്റിയിൽ നിന്നാണ് എക്സാം ഉണ്ടാവുക. അതുപോലെ തന്നെ എക്സാം CBT മോഡൽ ആയതുകൊണ്ട് തന്നെ ഒരു സിറ്റിയിൽ വേണ്ടത്ര ഫെസിലിറ്റി ഒരുക്കാൻ NTAക്ക് പറ്റിയിട്ടില്ലെങ്കിൽ അത്തരം സന്ദർഭങ്ങളിലൊക്കെ സിറ്റി മാറാൻ സാധ്യതയുണ്ട്. എങ്കിലും പരമാവധി നിങ്ങൾ അപ്ലൈ ചെയ്ത സിറ്റി തന്നെ ലഭിക്കും. ഈ സിറ്റി സ്ലിപ്പ് ലഭിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുകയുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണെന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ കൂടെ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് ചിലപ്പോൾ ഫോട്ടോ, നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ തന്നെ നിങ്ങളുടെ തമ്പ് ഇംപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ ഫില്ല് ചെയ്യാനുണ്ടാവും. അപ്പോൾ എക്സാം ഹാളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുകൂടി ഫില്ല് ചെയ്തിട്ടേ നിങ്ങൾ പോകാവും. അതുപോലെ നിങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങളുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. അത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിച്ചതല്ല, മറിച്ച് അവിടെ സെൻറ്ററിൽ എത്തിയാൽ അവിടുത്തെ രജിസ്റ്ററിൽ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒട്ടിക്കേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി എക്സ്ട്രാ ഒരു ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, കരുതണം. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് കൊണ്ടുപോകേണ്ടത്. അതുപോലെ നിങ്ങളുടെ ഒരു ഒറിജിനൽ ID കാർഡ് നിങ്ങൾ കരുതണം. അതല്ലെങ്കിൽ ഫോട്ടോഗ്രാഫുള്ള ബാങ്ക് പാസ്ബുക്ക്, അതുപോലെ ആധാർ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ്, ഇതൊക്കെ കൊണ്ടുപോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളതാണെങ്കിൽ അത് കഴിഞ്ഞതാവരുത്. അതുപോലെ തന്നെ ഒറിജിനൽ ആയിരിക്കണം. ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് കൊണ്ടുപോയാൽ അത് സ്വീകരിക്കില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ എക്സാം ഹാളിൽ കൊണ്ടുപോകേണ്ട വസ്തുക്കൾ എന്തൊക്കെയാണ്? അഡ്മിറ്റ് കാർഡ്, സെൽഫ് ഡിക്ലറേഷൻ ഫോം, രണ്ടും ഒരുമിച്ചാണ് ഉണ്ടാവുക. അതിൻ്റെ കൂടെ ഒറിജിനൽ ID കാർഡ്, അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അതുപോലെ ഒരു ട്രാൻസ്പാരൻറ്റ് പേന. നിങ്ങളുടെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് അവിടുന്ന് എന്തെങ്കിലും മാത്തമാറ്റിക്സ് പോലെയുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വർക്കുകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾക്ക് ഷീറ്റ് കിട്ടും. അതായത് പേപ്പർ ഷീറ്റ് ലഭിക്കും. അത് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിക്ഷേപിച്ചിട്ട് എക്സാം ഹാൾ വിടാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മുടെ ഡ്രസ് കോഡ്, പല കുട്ടികൾക്കും സംശയമുള്ളതാണ്. CUT എക്സാമിന് പോകുമ്പോൾ ഡ്രസ് കോഡ് എന്തായിരിക്കണം? NTA കൃത്യമായിട്ട് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഹെവി ഡ്രസ്സസ് ധരിക്കരുത്. മറ്റുള്ള ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നമ്മൾ ധരിക്കുന്ന ഡ്രസ്സസ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം ഡ്രസ്സ് ധരിച്ചു പോകരുത്. അതുപോലെ ഫുൾ സ്ലീവ്, ഹാഫ് സ്ലീവാണ് അവർ നിർദ്ദേശിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മതപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഫുൾ സ്ലീവ് ധരിക്കാറുണ്ടാവും. അപ്പോൾ ഇത്തരം വിദ്യാർത്ഥികൾ നിങ്ങൾ എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യേണ്ട അവസാന സമയം അത് അഡ്മിറ്റ് കാർഡിൽ നിങ്ങൾക്ക് കാണും. എപ്പോഴാണ് ലാസ്റ്റ് റിപ്പോർട്ടിംഗ് ടൈം, അതിനേക്കാൾ ഒരു 1 hour നേരത്തെ തന്നെ പോവുക. കാരണം അവിടെ കൃത്യമായ ചെക്കിംഗ് നടക്കും. അതിൽ ഒരു പ്രയാസവും ഇല്ലാതെ നിങ്ങൾക്ക് സമയത്തിന് എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ ഇത്തരം ആളുകളൊക്കെ നേരത്തെ പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് NTA പ്രത്യേകം പറയുന്നുണ്ട്. അതുപോലെ ചെരുപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഷൂ ധരിക്കാൻ പാടില്ല. കാരണം കൃത്യമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാതെ എക്സാം നടത്തണമെന്നാണ് NTA ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് കോപ്പി അടി പോലെയുള്ള കാര്യങ്ങൾ ഇല്ലാതിരിക്കാൻ ഷൂ പോലെയുള്ള ചെരുപ്പ് ധരിക്കാൻ പാടില്ല. അതുപോലെ ഹൈ ഹീലുള്ള ചെരുപ്പ്, സ്ത്രീകൾ ശ്രദ്ധിക്കുക, ഹൈ ഹീലുള്ള ചെരുപ്പ് ധരിക്കാൻ പാടില്ല. സാധാരണ മറ്റുള്ള ചെരുപ്പൊക്കെ ധരിക്കാം. അതാണ് NTA പ്രത്യേകമായിട്ട് ഡ്രസ് കോഡുമായിട്ട് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ എക്സാമിന് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് സിറ്റി സ്ലിപ്പ് നിങ്ങൾക്ക് ലഭിക്കും, പിന്നീട് അഡ്മിറ്റ് കാർഡ് ലഭിക്കും, അതുപോലെ
എക്സാം ഹാളിലേക്ക് കൊണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതുപോലെ നിങ്ങളുടെ ഡ്രസ് കോഡ് എന്തായിരിക്കണം എന്നുള്ള കാര്യവും നമ്മൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും നല്ലൊരു വിജയം നിങ്ങൾക്കുണ്ടാവട്ടെ. താങ്ക്